ഹലോ ഗൈസ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഗൈസ്, ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ആട്ടോ. അപ്പോൾ നമ്മൾക്ക് ഒരുപാട് റിക്വസ്റ്റുള്ളൊരു വീഡിയോ ആണ്, നമ്മൾ ബേബീസിനെ എങ്ങനെ നമ്മൾ മാനേജ് ചെയ്യുന്നു എന്നൊക്കെ കേട്ടോ. അപ്പോൾ അത് തന്നെ ആവാമെന്ന് കരുതിയിരുന്നേ. അപ്പോൾ ഇന്ന് കുറച്ചധികം തിരക്കുള്ള ദിവസം കൂടിയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് വീട്ടിൽ പെയിൻറ്റ് പണി നടക്കുന്നുണ്ട്. മുസ്ലിംസിൻ്റെ ഇടയിൽ നനച്ചുളി പണിയൊക്കെ നടക്കുന്ന ഒരു സീസണാണല്ലോ. അപ്പോൾ ഇവിടെ പെയിൻറ്റ് പണി കൂടി നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബേബീസിനെ ഉറക്കിയിട്ട് കിച്ചണിൽ കയറാമെന്നാണ് കരുതിയത്. പക്ഷേ എങ്ങനെ ശ്രമിച്ചിട്ട് ഒരാൾ ഉറങ്ങിയില്ല കേട്ടോ. അപ്പോൾ ഞാൻ അവളെ ഉമ്മാനെ ഏൽപ്പിച്ചിട്ട് കിച്ചണിൽ കയറി. അപ്പോൾ അസിമോൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ പൂരി തയ്യാറാക്കി കേട്ടോ. പിന്നെ അതിലേക്ക് സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അവൾക്ക് സോയാബീനും റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ അവൾ സ്കൂളിൽ നിന്ന് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഡേ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ടൊമാറ്റോ, അതേപോലെ ഒരു അനാറ്, പിന്നെ ഒരു ഓറഞ്ച്, 2 ഒനിയനും 2 ഗ്രീൻ ചില്ലിയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മിസ് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് കൊടുത്തയച്ചാൽ മതിയെന്ന് കേട്ടോ. പിന്നെ നമ്മൾ ഉള്ളതുപോലെ കൊടുത്തയക്കുന്നു. പിന്നെ അസിമോക്ക് ഫുഡ് കൊടുക്കുകയാണ്. ഇത് കംപ്ലീറ്റ് കഴിക്കൊന്നുമില്ല കേട്ടോ. പിന്നെ ഞാൻ വെച്ച് കൊടുത്തതന്നെ ഉള്ളൂ. പിന്നെ ഉമ്മക്ക് നോമ്പാണ്, ഉപ്പാക്കും എനിക്കും കേട്ടോ. പിന്നെ ഞാൻ നോമ്പൊക്കെ വിചാരിച്ചിരുന്നു, പക്ഷേ പണിക്കാരുള്ളതുകൊണ്ട് നടക്കൂല കേട്ടോ. അപ്പം അസിമോക്ക് ഫുഡ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആളിങ്ങനെ കൈ വെച്ചുകൊണ്ടിരിക്കുന്നത് ആളെ മുഖത്തുള്ള പാലുണ്ണി പൊട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബ്ലഡൊക്കെ കാണുന്ന സമയത്ത് ആൾ ഭയങ്കര പേടിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതാണ് എണീറ്റ് വന്ന പാടെ കുളിക്കാനൊന്നും കൂട്ടാക്കുന്നില്ല കേട്ടോ. അപ്പോൾ ആൾ അതിൻ്റെ ഒരു ഇതിലാണ്. അപ്പോൾ അതിനിടയിൽ ഇതാ ഉമ്മയും ഉപ്പയും കൂടെ നമ്മൾ ഉറങ്ങാത്ത ആൾ അതിന് ബേബിയാണ് കേട്ടോ. അപ്പോൾ അയാളിങ്ങനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിന് അസിമോക്ക് അതിനൊക്കെ മരുന്നൊക്കെ തേച്ച് കൊടുത്തിട്ട് ഞാനിവിടെ ആ ബ്ലഡ് വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ അവിടെ ഒരു ബാൻഡേജ് ഒട്ടിച്ച് കൊടുക്കാൻ തന്നിട്ടോ. അപ്പോൾ ആൾ ഭയങ്കര ഫയറായിട്ട് കളിക്കുന്നുണ്ട്, സമ്മതിക്കുന്ന തന്നെ ഇല്ല കേട്ടോ. അപ്പോൾ ഏതായാലും അവളെ മാറ്റി കൊടുക്കലും റെഡി ആവലൊക്കെ കഴിഞ്ഞിട്ടോ. അപ്പോൾ അവളെ ഏതായാലും ക്ലാസ്സിന് പോയിട്ടോ. പിന്നെ ഇതാ നമ്മൾ അതിനു ബേബിക്ക് ഉമ്മ പൂരിയും അതേപോലെ പൂളൊക്കെ കൊടുത്തിട്ടോ. അവൾക്ക് കൊടുക്കുന്ന ഫുഡൊന്നും കഴിക്കൂലട്ടോ. അതിന് ഭയങ്കര മടിയാണ്. നമുക്ക് ഉണ്ടാക്കുന്ന ഫുഡ് കൊടുത്താൽ അവൾ കുറേശ്ശെങ്കിലൊക്കെ കഴിക്കൂട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ആളെ മുഖത്തൊക്കെ ഒന്നായിട്ട് അയക്കായിട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ പിന്നെ പണിക്കാരൊക്കെ ഉള്ളതല്ല. അപ്പോൾ അസിമോളൊക്കെ പോയി ഏകദേശം 9 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ചോറിനുള്ള വെള്ളമൊക്കെ വെക്കാനുള്ള ആ ഒരു തന്ത്രപ്പാടിലാണ് കേട്ടോ. അപ്പം ചില സമയത്ത് അടുപ്പ് പെട്ടെന്ന് കത്തിക്കിട്ടും കേട്ടോ. അപ്പോൾ ഭയങ്കര ഇതാണ്. പക്ഷേ ചിലപ്പോൾ അടുപ്പ് നമ്മളൊന്ന് കുഴപ്പിക്കിട്ടും. അപ്പോൾ ഇന്നിപ്പോൾ ഏതായാലും കുഴപ്പമില്ല, പെട്ടെന്ന് മസാല അടുപ്പൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വെള്ളമൊക്കെ വെച്ചു. പിന്നെ അതിന് ശേഷം നമുക്ക് എല്ലാ വീട്ടിലുള്ളൊരു പരിപാടി ആയിരിക്കും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു മല പോലെയുള്ള പാത്രം കഴുകാൻ. അപ്പോൾ അതേപോലെ തന്നെ ഒരുപാട് പാത്രങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്ത് വെക്കുകയാണ്. ഇനിയും ഒരുപാടുണ്ടാവും, പക്ഷേ ഇതൊക്കെ ഒന്ന് നീക്കി വെച്ചാൽ പിന്നെ നമുക്ക് അടുക്കള ഒന്ന് നീറ്റായി കിടക്കുമല്ലോ എന്ന് കരുതിപ്പോൾ ആദ്യം തന്നെ അതാട്ടോ ചെയ്യുന്നത്. പിന്നെ ഇന്നലെ വീട്ടിൽ വിറക് പണീൻ്റെ ആളുണ്ടായിരുന്നു. അപ്പോൾ അതിന് അവിടെയുള്ള അയലൊക്കെ അയച്ച് മാറ്റിയിട്ട് അപ്പം ഉമ്മ അത് റെഡിയാക്കുകയാണ്. പിന്നെ ഇന്ന് സിറ്റൗട്ടാണ് പെയിൻ്റ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. പാകമൊത്തത്തിൽ അലമ്പായി കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ ബേബീസ് 2 ഉറങ്ങിയിട്ടുണ്ട് കേട്ടോ, മറ്റാളെ എഴുന്നേറ്റിട്ടില്ല. അപ്പോൾ അതിനിടയിൽ വെള്ളം തിളച്ചു. അപ്പോൾ അതിലേക്ക് അരിയൊക്കെ കഴുകിയിട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ആദ്യം വെള്ളം തിളച്ചത് അതിന് കുറച്ച് ഞാൻ ഫ്ലാസ്കിലേക്ക് മുക്കി വെക്കും കേട്ടോ, ബേബീസിനൊക്കെ ആവശ്യത്തിന് വേണ്ടിയിട്ട്. പിന്നെ ഇതാ ആകമൊത്തത്തിൽ എല്ലാതും വലിച്ച് വാരിയിട്ടിരിക്കണം. അപ്പോൾ ഓരോന്നിങ്ങനെ സെറ്റാക്കി വരും കേട്ടോ. അപ്പോൾ സ്റ്റോർ റൂമൊക്കെ ഒരു വിധത്തിൽ സെറ്റായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെയുള്ള സംഭവങ്ങളൊക്കെ ഏറെക്കുറെ ഒതുക്കി വെച്ചിട്ടോ. അപ്പോൾ അതിനിടയിൽ ബേബീസ് കരച്ചിൽ തുടങ്ങിയിട്ടുണ്ട്. 2 പേരും എണീറ്റിട്ടുണ്ട്. പിന്നെ അവരെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടോ. അപ്പോൾ ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതായിരുന്നു കേട്ടോ. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒക്കെ ഒരു ഇതാണ്. അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ നമ്മൾ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാ ബേബീസ് കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ ഫുഡിന് വേണ്ടിയിട്ടുള്ള കരച്ചിലും പിരിച്ചിലൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഉമ്മാനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഉമ്മാനെ അവരെ ഏൽപ്പിച്ചിട്ട് പിന്നെ ഞാൻ അവർക്കുള്ള ഫുഡ് എടുക്കാൻ പോയിട്ടോ. അപ്പോൾ ഞാൻ കുറച്ചധികം ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം പണിക്കാരൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് എപ്പോഴും ഇവർക്ക് ഫുഡ് ഉണ്ടാക്കാനൊന്നും കഴിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ഫ്ലാസ്കിൽ സ്റ്റോർ ചെയ്ത് വെക്കും. അപ്പോൾ 2 കുറേശ്ശെ ഇങ്ങനെ കൊടുക്കുകയും ചെയ്യും കേട്ടോ. അപ്പം ഇപ്പോൾ സമയം ഏകദേശം 10 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഒരുപാട് ലേറ്റായിട്ടോ അവർക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ സത്യം പറഞ്ഞാൽ പണിക്കാരുള്ളതുകൊണ്ട് അവരെ ഫുഡ് റൂട്ടീനൊക്കെ താളം തെറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആൾക്കാർ ഫുള്ള് ഫയറായിരുന്നു, വിശന്നിട്ടിട്ടോ. കഴിക്കൊന്നുമില്ല. ബോട്ടിൽ കാണുമ്പോൾ ഭയങ്കര ത്രില്ലാണ് കേട്ടോ. കുറേ സമയം
അവരെയും വെച്ചിരിക്കണം കേട്ടോ. ഇയാളാണ് ഭയങ്കര മടി, 2 സിപ്പ് എടുത്ത് കഴിഞ്ഞാൽ പിന്നെ കരച്ചിലും പിടിച്ചിലൊക്കെയാണ്. പിന്നെ കോമാളിത്തരം കാണിച്ചാലേ കേട്ടോ അവൾ കഴിക്കുള്ളൂ. ഇയാൾ പിന്നെ ഓക്കെയാണ്, അവൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കഴിക്കൂട്ടോ. പിന്നെ അതൊക്കെ കൊടുത്ത് ഞാൻ അവരെ ഉമ്മാനെ ഏൽപ്പിച്ചു. പിന്നെ വാക്കറിൽ ഒരാളെ ഇട്ടു. അങ്ങനെയൊക്കെ ചെയ്തിട്ട് ഞാൻ കിച്ചണിൽ കയറി. അപ്പോൾ ഇന്ന് സാമ്പാറാണ്, അപ്പോൾ അതിനുള്ള വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്തു. പിന്നെ ഉപ്പേരിക്ക് ക്യാരറ്റ് ആട്ടോ റെഡിയാക്കി വെച്ചത്. പിന്നെ ചിക്കൻ ഗ്രേവി ആക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ അതിലേക്ക് ഒനിയനും ടൊമാറ്റോ ചില്ലിയൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ സവാള അരിയുന്ന സമയത്ത് ഭയങ്കര കണ്ണിൽ നിന്ന് വെള്ളം വരില്ല കേട്ടോ, എല്ലാവർക്കും ഉണ്ടാവും. പക്ഷെ അത് സഹിക്കാൻ പറ്റാത്ത ഒന്നാണ് കേട്ടോ. നമ്മൾ ഈ തിരക്കിനിടയിൽ ഇങ്ങനെ ഒനിയൻ കട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വെള്ളം ഒലിക്കാന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഒരു സംഭവം കേട്ടോ. ചില സമയത്ത് വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചാൽ ശരിയാവും, ചിലപ്പോൾ അതൊന്നും ശരിയാവാറില്ല കേട്ടോ. അപ്പോൾ ഏതായാലും ഇതാ നമ്മൾ ചിക്കൻ ഗ്രേവിയും അതുപോലെ സാമ്പാറൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ സാമ്പാറിലേക്ക് തേങ്ങ അരച്ചിട്ട് ആക്കിയിട്ടുണ്ട് കേട്ടോ. എങ്ങനെയുണ്ട് എന്തോ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ പപ്പടം കാച്ചിട്ടുണ്ട്, അതുപോലെ ക്യാബേജ് ഉപ്പേരിയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ചോറ് ഇതാ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ബാങ്കൊക്കെ കൊടുത്തു. അപ്പോൾ അവർക്ക് നേരത്തെ ഫുഡ് കൊടുക്കും കേട്ടോ. അപ്പോൾ അവർക്ക് ഫുഡൊക്കെ എടുത്തു കൊടുത്തപ്പോഴേക്കും നമ്മളെ മക്കൾ വീണ്ടും ഫയറായി തുടങ്ങിയിട്ട്. അപ്പോൾ ഒരാൾ ഫയറായി ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവർക്ക് നേരത്തെ ഫ്ലാസ്കിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ആ കുറുക്ക് കൊടുക്കാൻ കരുതി കേട്ടോ. ചിലപ്പോൾ കുടിക്കും, കാരണം നേരത്തെയും തന്നെയല്ലേ കൊടുത്തത്. അപ്പോൾ ചിലപ്പം കുടിക്കാൻ മടി കാണിക്കും കേട്ടോ. അപ്പോൾ ഭയങ്കര വിശപ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുടിക്കും കേട്ടോ. പിന്നെ പണിക്കാരൊക്കെ ഉള്ളതുകൊണ്ടാണ്, അല്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ റെഡിയാക്കി കൊടുക്കുകയെന്ന് കേട്ടോ. പിന്നെ അവരെ ഫുഡൊക്കെ കൊടുത്തതിന് ശേഷം അവരൊക്കെ ഉറക്കി. പിന്നെ ഞാൻ ആദ്യം ചെയ്ത പരിപാടി ഞാൻ ഫുഡ് കഴിക്കലായിരുന്നു കേട്ടോ. പിന്നെ ഫുഡ് കഴിക്കാൻ പിന്നെ പണിക്കൊക്കെ നിന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഫുഡ് കഴിക്കലൊക്കെ അവിടെ കിടക്കും. വിചാരിച്ചു ആദ്യം ഫുഡ് തന്നെ കഴിക്കാം, പിന്നെ എനിക്ക് ഞാൻ കഴിച്ചതും അതും കൂടെ എന്നിട്ട് ക്ലീൻ ചെയ്ത് വെക്കല്ല വിചാരിച്ചിട്ടോ. അപ്പോൾ അത് അടുക്കള മൊത്തത്തിൽ അലമ്പായിട്ട് കിടക്കണം. അപ്പോൾ അതൊക്കെ ഒന്ന് പെട്ടെന്ന് ക്ലീൻ ചെയ്യണം. അപ്പോൾ അതൊക്കെ പാടി വീഡിയോയിൽ കാണുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും പാഞ്ഞ് കളിച്ചാൽ നമ്മൾ ക്ലീച്ചും ക്ലീനാവുന്നില്ല കേട്ടോ. ഞാൻ ഈ വീഡിയോ സ്പീഡ് കൂട്ടിയതാണ്. അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നിടയിൽ അസിമോൾ ക്ലാസ് കഴിഞ്ഞ് വന്നു. അവൾക്ക് 2 മണി വരെ ക്ലാസ്സുള്ളൂ കേട്ടോ. അപ്പോൾ അവളെ കുറച്ചൊന്നും ഇതാക്കിയതിന് ശേഷം ബാക്കി പിന്നെ എടുത്തിട്ടോ. ഇത് ഞാൻ ഇൻഡോർ പ്ലാന്റ്സ് ആയിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന ബോട്ടിൽസാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് വാഷ് ചെയ്ത് പുതിയ പ്ലാന്റ്സൊക്കെ വെക്കാൻ വിചാരിച്ചിട്ട് ഇങ്ങനെ വെച്ചിരിക്കുക കേട്ടോ. അപ്പോൾ ഇതാ കിച്ചണൊക്കെ ഒന്ന് ക്ലീനാക്കി നീറ്റാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ അവിടെ കിടക്കുകയാണ്. അപ്പോൾ അതിന് ശേഷം ഇതാ റൂമും ഇതൊക്കെ അടിച്ച് വാരി ക്ലീനാക്കിയതിന് ശേഷം ഒക്കെ ഒന്ന് തുടച്ചിടണം. ഇതൊക്കെ ആയപ്പോഴത്തേക്കും സമയം 3 മണി 3:30 ഒക്കെ ആയിട്ടോ. അപ്പോൾ ഇതിനിടയിൽ പ്രയറും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോയി. അതിന് ശേഷം കേട്ടോ തുടക്കാനും അതിനൊക്കെ ഇറങ്ങിയത്. പിന്നെ ഇതാ വാഷ് ചെയ്ത ഡ്രസ്സുകളൊക്കെ ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഉള്ളിൽ കൊണ്ടുവന്ന് വെച്ചു. അപ്പോൾ അപ്പോഴേക്കും എന്നെ കണ്ടപ്പോഴേക്കും ബേബീസ് അലമ്പായിട്ട്. അപ്പോൾ അവരിപ്പോൾ ഉറങ്ങി എഴുന്നേറ്റതാണ് കേട്ടോ. അപ്പോൾ 2 പേരും വാക്കറിലിട്ടിട്ട് ഇങ്ങനെ ബിസ്ക്കറ്റും സംഭവങ്ങളൊക്കെ ഞാൻ ക്ലീൻ ചെയ്ത സ്ഥലത്തൊക്കെ അവർ പിന്നെയും ബിസ്ക്കറ്റും കാര്യങ്ങളൊക്കെ ആക്കിയിട്ടോ. അപ്പോൾ അതെനിക്ക് എപ്പോഴുള്ള പരിപാടി കേട്ടോ. പിന്നെ ഇതാ കുറച്ച് മാറ്റ്സൊക്കെ ഉണ്ടായിന്. അപ്പോൾ അതൊക്കെ ഞാൻ ക്ലീൻ ചെയ്ത് ഒന്ന് ഉണക്കാൻ വേണ്ടിയിട്ട് ഇടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എടുത്ത് വെക്കുക കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ അകത്തെ പെയിൻറ്റ് പണിയൊക്കെ കഴിഞ്ഞതുകൊണ്ട് തന്നെ കുറേ സംഭവങ്ങളൊക്കെ പൊടിയും കാര്യങ്ങളൊക്കെ പോയല്ലോ. പിന്നെ ഇതാ ഈ വർഷത്തെ അവസാനത്തെ ഇടയ്ക്കൊക്കെ നമുക്കിനിപ്പോൾ ഒരു പണി ഉണ്ടാവും, എന്നാലും റൗണ്ട് ചെയ്തിട്ടുള്ള കുറച്ച് ബോട്ടിൽസും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്ത് ഒന്ന് ഉണങ്ങാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും അകത്തുനിന്ന് ഉമ്മാടെയും ഉപ്പാൻ്റെയും ഒരേ സ്വരത്തിലുള്ള വിടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ബേബീസ് കരച്ചിലായിട്ടുണ്ട്. അപ്പോൾ അവർക്കുള്ള കുറുക്ക് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവർക്ക് റാഗി കുറുക്കാട്ടോ കൊടുക്കുന്നത്. പിന്നെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ പകൽ ഫീഡ് ചെയ്യലില്ലേന്ന്. പകൽ ഫീഡ് ചെയ്യാൻ 2 ആളും കൂടെ ആയതുകൊണ്ട് എങ്ങനെയായാലും അവർക്കുള്ള വിശപ്പ് തീരാൻ മാത്രമൊന്നും ഉണ്ടാവില്ല കേട്ടോ. പിന്നെ അവരൊരു പൂതിക്ക് അത്രേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ ഫോർമുല സ്കിപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാരണം ഫോർമുല അധികം കൊടുക്കുന്നതുകൊണ്ട് തന്നെ അവർക്കിങ്ങനെ ഈ വിശപ്പില്ലായ്മ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവരുടെ ഡോക്ടർ പറഞ്ഞതായിരുന്നു അപ്പോൾ അത് ആവശ്യമില്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് ഫീഡൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഇതാ അവരെടുത്ത് ചെന്നപ്പോൾ അവർക്ക് ഇതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര ഇതൊക്കെ ആയിരുന്നു കേട്ടോ കഴിക്കാനൊക്കെ. പക്ഷേ അത്ര എളുപ്പത്തിലങ്ങ് കഴിക്കൊന്നുമില്ല, കുറേ സമയം അവരെയും കൊണ്ട് ഇങ്ങനെ ഇരിക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ ബോട്ടിൽ എങ്ങനെ കൊടുക്കുന്നു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വായ്ഭാഗം കുറച്ച് കട്ട് ചെയ്തിട്ട് വലുതാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ അതിൽ വെച്ചിട്ടാണ് കൊടുക്കുക. അപ്പോൾ ഒരാൾക്ക് ഞാൻ കൊടുത്തു, ഇപ്പോൾ ഒരാൾക്ക് ഉപ്പയും ഇങ്ങനെ കൊടുക്കുന്നുണ്ട് കേട്ടോ.
ഒപ്പം ആകെ മൊത്തത്തിൽ ക്ഷീണിച്ചിട്ടുണ്ട് കേട്ടോ, പണിക്കാരെ പിന്നാലെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടന്നിട്ട്. അപ്പോൾ അനുബേബിക്ക് ഇപ്പോൾ കൊടുത്തപ്പോൾ കംപ്ലീറ്റ് കഴിച്ചില്ല കേട്ടോ. അപ്പോൾ അതിൽ കുറച്ചും കൂടെ ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ അവൾക്ക് ഫിനിഷ് ചെയ്യായിരുന്നു കേട്ടോ. അപ്പോൾ ചിലപ്പോൾ കഴിക്കും, ചിലപ്പോൾ അത് വേസ്റ്റായി പോവാറാണ് കേട്ടോ പകുതി. അപ്പോൾ ഇതുണ്ട്, ഇതിൻ്റെ ഹോൾസ് ഞാൻ കുറച്ചധികം വലുതാക്കിയിട്ടുണ്ട് കേട്ടോ. കാരണം ഇങ്ങനെ കൊടുക്കുന്ന സമയം നമുക്ക് അവരെ ഡ്രസ്സിലൊന്നും ആവാതെ അവരെ കരയിപ്പിക്കുകയൊന്നും ചെയ്യാതെ കൊടുക്കാൻ കഴിയും കേട്ടോ. മറ്റേത് അവരാകെ മൊത്തത്തിൽ ഫയറായി അവിടെ ഇവിടെയൊക്കെ തെറിപ്പിച്ചിട്ടാവും കഴിക്കുക. അപ്പോൾ ഇതാ രണ്ടാളും ഏകദേശമൊക്കെ വൈറലായപ്പം കുറച്ച് ഹാപ്പി ആയിട്ടുണ്ട്. പിന്നെ കുറച്ച് സമയം ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ രണ്ടാൾ പിടിച്ച് നിൽക്കുന്നൊക്കെ ഉണ്ട്, ബേബി പിടിച്ച് നടക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിന് ശേഷം പിന്നെ എനിക്ക് കുറച്ചും കൂടെ പണിയൊക്കെ ഉണ്ടായിരുന്നു. അസിമോളെ കുളിപ്പിക്കൽ, അവൾക്ക് ഫുഡ് എടുക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതാ ബേബീസിനെ ഒന്ന് കുളിപ്പിച്ച് ഫ്രഷ് ആക്കണം കേട്ടോ. അപ്പോൾ ഏകദേശം സമയം രാത്രി ആയിട്ടുണ്ട്, മഗ്‌രിബ് ബാങ്കൊക്കെ കൊടുത്തിട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ പ്രയറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഇവരെ ഒന്ന് ഫ്രഷ് ആക്കിയത് കേട്ടോ. അപ്പോൾ അവർ ഫ്രഷൊക്കെ ആയി പസിമോക്ക് ഇപ്പോഴും അതിങ്ങനെ ഒലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ആ പാലുണ്ണി. അപ്പോൾ അതിങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. ആൾ കുറച്ച് കരയും പിന്നെ അതിന് കൂടും, അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ അതാ അനുബേബിയും കുറച്ച് കഴിഞ്ഞപ്പോൾ ഭയങ്കര ഫയറായിട്ടോ. എന്ത് സാധനം കിട്ടിയാലും ഒരാളെടുത്താൽ രണ്ട് പേർക്കും അത് വേണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ഇപ്പോൾ ഉള്ള തല്ലി ഇതിന് വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ പിന്നെ അതിന് അങ്ങോട്ട് പിടിക്കലും ഇങ്ങോട്ട് പിടിക്കലും മോലമേത്ത് കയറലും ആകെ മൊത്തത്തിൽ രണ്ടുപേരും ഭയങ്കര അടിയാണ് കേട്ടോ. ഒറ്റയ്ക്കിട്ട് എവിടെയും പോകാൻ പറ്റില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലിയിടലൊക്കെയാണ് കേട്ടോ. അപ്പോൾ അതിന് ശേഷം ഇതാ ബേബീസിന് ഡ്രസ്സൊക്കെ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ അവർക്ക് ഫുഡ് ഇപ്പോഴൊന്നും കൊടുക്കില്ല കേട്ടോ. ഇനിയിപ്പോൾ അധികം കാര്യമൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം കഴിഞ്ഞിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ കൊടുക്കുള്ളൂ കേട്ടോ. അപ്പോൾ അവരെ ഡ്രസ്സൊക്കെ ചെയ്തൊന്ന് ഫ്രഷ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അസിമോളാണ് കേട്ടോ എനിക്ക് ഈ ക്ലിപ്പ് എടുത്ത് തരുന്നത്. എത്രത്തോളം അവളങ്ങനെ പറഞ്ഞപ്പോൾ എടുത്തതാണ്, ഞാൻ എടുത്ത് തരാൻ പറഞ്ഞിട്ട്. അപ്പം ബേബീനെ ഫ്രഷാക്കി കൊടുത്തതിന് ശേഷം ബേബീനെ ഒന്ന് സെറ്റാക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ബേബി പിന്നെ ഇങ്ങനെ ഇരുന്ന് തരും കേട്ടോ. പക്ഷെ ബേബി കുറച്ച് ഫയറാണ്, ആൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പാഞ്ഞിട്ട് ഇങ്ങനെ കളിക്കും കേട്ടോ. അപ്പോൾ ഏതായാലും അവരെ ഡ്രസ്സൊക്കെ ചെയ്ത് കുറച്ച് സമയം അവരെ കൂടെ ഇങ്ങനെ സ്പെൻഡ് ചെയ്തിട്ടോ. അപ്പോഴേക്കും നമ്മൾ ബേബി കുറച്ച് ഫയറായി തുടങ്ങി. കുറേ സമയമായിട്ടോ ഫീഡ് ചെയ്തിട്ട്. അപ്പോൾ അതിനുള്ള കരച്ചിലാണ്. അപ്പോൾ ഗൈസ് നമ്മൾ വീഡിയോ ഭയങ്കരമായിട്ട് ലോങ് ആയി ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്തിട്ടൊന്നുമില്ല. അപ്പോൾ അതിൻ്റെ മുന്നേ തന്നെ നമ്മൾ വീഡിയോക്ക് ബൈൻഡപ്പ് എടുക്കാൻ വിചാരിച്ചിട്ടോ. കാരണം ഇപ്പോൾ ഒരുപാട് എടുത്തിട്ടുണ്ട്, അപ്പോൾ എത്രത്തോളം ഉണ്ടാവുമെന്നൊന്നും അറിയില്ല. അപ്പോൾ എന്തായാലും നമ്മൾ മാക്സിമം സപ്പോർട്ട് ചെയ്യട്ടോ. നമ്മളൊരു ഡേ ഇന്നിപ്പോൾ നമ്മൾ വീട്ടിലിവിടെ പണി നടക്കണോണ്ടാണ് കേട്ടോ ഇത്രയൊക്കെ തിരക്ക്. അപ്പോൾ ബേബീസിൽ ഒരാൾ ഉറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ സമയം ഏകദേശം 7 മണിയൊക്കെ ആയിട്ടോ. പ്രയറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. 7 മണി 7:30 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ അസിമോൾ ഇതാ, പിന്നെ ഒരാൾ ഇതാ കേട്ടോ. ടാറ്റ എടുത്ത ടാറ്റ ടാറ്റില്ല ടാറ്റ ടാറ്റ. അപ്പോൾ ഇനിയിപ്പോൾ കുഞ്ഞു കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ ഇവർക്കൊക്കെ ഫുഡ് കൊടുക്കണം. ബേബീസിന് ഇനി ഞാൻ കുറച്ച് കഴിഞ്ഞതിന് ശേഷം സെർലാക്കോ അതല്ലെങ്കിൽ നെസ്റ്റോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കുള്ളൂ കേട്ടോ. അപ്പോൾ അതൊക്കെ കൊടുക്കണം. പിന്നെ വാഷ് ചെയ്ത ഡ്രസ്സസൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ അതൊക്കെ ഒന്ന് മടക്കിയിട്ടൊക്കെ വാർഡ്രോബിലൊക്കെ കൊണ്ടുവെക്കണം. അങ്ങനത്തെ കുഞ്ഞു കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഇനി എടുക്കാൻ നിന്നാൽ നമ്മുടെ വീഡിയോ ഭയങ്കരമായിട്ട് ലാഗായി പോട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ ബൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ എന്നാലും അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണട്ടെ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ നോക്കട്ടെ ഇൻഷാ അല്ലാ. നമുക്ക് നമ്മളെ NIC സ്റ്റോറി തന്നെ ആക്കുക. കുറേ പേര് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതും നമുക്കൊരു റിക്വസ്റ്റുള്ള വീഡിയോ തന്നെയായിരുന്നു. നമ്മളെ ട്വിൻസ് ബേബീസിനെ വെച്ചിട്ട് എങ്ങനെ നമ്മളൊരു ഡേയൊക്കെ മാനേജ് ചെയ്യുന്നതെന്നൊക്കെ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ബിസി ഡേ തന്നെ ആയിക്കോട്ടെ എന്ന് കരുതിട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ഓക്കെ ബൈ ടാറ്റാ, അസ്സലാമു അലൈക്കും.